Meet the editors. അടിച്ചേൽപ്പിക്കലോ സുംബ എന്നാണ് ചോദ്യം. ആണുങ്ങൾ വേദിയിലും സദസ്സിലും ഇരിക്കെ ശരീരാകാരം കാണിച്ച് സംഗീതാത്മകമായ തുള്ളലുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഇതിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ. ഇതിലിപ്പോൾ സർക്കാർ എടുത്ത നിലപാട് ഒരു അടിയും പിന്നാക്കം പോവില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി പറയുന്നു. പാർട്ടി ഇതിൻ്റെ നിലപാടും വ്യക്തമാക്കുന്നു. മതസംഘടനകൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ആജ്ഞാപിക്കേണ്ടതില്ല എന്ന് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. പിന്നാക്കം പോകുന്നില്ല. സ്കൂളുകൾ ചെയ്യാം, വിദ്യാർത്ഥികൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് തീരുമാനിക്കാം. സ്കൂളിനോ അധ്യാപകർക്കോ മറ്റ് സാധ്യതയില്ല. ഇത് അടിച്ചേൽപ്പിക്കലാണോ? ഒരു അടിച്ചേൽപ്പിക്കലുമല്ല എന്ന് മാത്രമല്ല, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു എക്സസൈസാണ്. അതിൽ സംഗീതം വരുമ്പോൾ ഒരു ആവേശമുണ്ടാകും. ഉല്ലാസം പാടില്ല. സ്കൂളുകളിൽ ഒരു ഉല്ലാസത്തിലുള്ള ഒരു പരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തൊരു അപകടമാണ് എന്ന മട്ടിലാണ് ഈ പറയുന്ന ആളുകൾ പ്രതികരിക്കുന്നത്. മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും പ്രതിനിധികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചിലർ നടത്തുന്ന പ്രതികരണങ്ങളായിട്ടേ ഞാനിതിൽ കാണുന്നുള്ളൂ. മുഴുവൻ മതസംഘടനകളും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടില്ല. ലീഗിലെ തന്നെ ചില നേതാക്കൾ പ്രതികരിക്കുന്നു. ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കേണ്ട എന്നൊരു തീരുമാനം അവർ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിലും പോലും വനിതാ ലീഗിൻ്റെ കാര്യത്തിലൊക്കെ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും മാറി ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വനിതാ മുസ്ലിം ലീഗിലേക്ക് എത്തുന്നു. കൂടുതൽ സംസാരിക്കുന്ന, നന്നായി ബുദ്ധിയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പെൺകുട്ടികൾ അതിലേക്ക് കടന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്കറിയാവുന്നതാണല്ലോ ഈ നേരത്തെ ഉണ്ടായൊരു വിവാദവും പ്രതികരിച്ച പെൺകുട്ടികളോട് ചിലരെടുത്ത സമീപനവും അത് അവർക്ക് തിരുത്തേണ്ടി വന്ന സാഹചര്യവും. അപ്പോൾ അതവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ലീഗിന് മാറേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ പറയുന്ന ഈ തരത്തിൽ പുരോഹിതരെടുത്ത നിലപാടിൽ നിന്നും അവർക്ക് പിന്നാക്കം പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര മുസ്ലിം ലീഗ് നേതാക്കളാണ്, മുസ്ലിം ലീഗ് മാത്രമല്ല മുസ്ലിം നേതാക്കൾ അല്ലെങ്കിൽ സമ്പന്നരായ കുറേ പേരെങ്കിലും സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല വിദ്യാഭ്യാസം, നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഈ അബ്ദുൾ വഹാബിൻ്റെ സ്കൂളിൽ ആണ് ജനറൽ ന്യൂട്രൽ യൂണിഫോമൊക്കെ വളരെ നേരത്തെ വന്നിട്ടുള്ളത്. അവിടെ പാൻസിട്ടാണ് പെൺകുട്ടികൾ പഠിക്കുന്നത്. വേറെ തങ്ങൾമാരുടെ സ്കൂളുണ്ട്, മഞ്ചേരിയിലുള്ള കോളേജുണ്ട്, അവിടെയും അതാണ് യൂണിഫോം. പെൺകുട്ടികൾക്ക് സൗകര്യമുള്ള വേഷമിട്ട് നടക്കുമ്പോൾ ഇത് പറയുന്ന കാര്യം ജനറൽ ന്യൂട്രൽ യൂണിഫോമിൽ തുടങ്ങിയ വിഷയമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അന്നും ഇതിൽ പ്രതികരിച്ചിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെയല്ല. ഇപ്പോൾ പാൻസ് ഇട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും കണ്ടാൽ തിരിച്ചറിയില്ല എന്ന രൂപത്തിൽ കൂടി അതിനെ വ്യാഖ്യാനിക്കുന്നു. പിന്നെ പറയുന്ന അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികൾ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജീൻസ് മാറ്റി വെച്ച് ബാത്റൂമിൽ എന്തൊരു ശ്രദ്ധയാണ് പെൺകുട്ടികളുടെ കാര്യത്തിൽ, അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു. പിന്നെ അടുത്തതായി പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേകം ഈ പറയുന്ന വാഷ്റൂമുകൾ ഉണ്ടാകില്ല. ഒരിടത്ത് തന്നെ പെൺകുട്ടികൾക്ക് പോകേണ്ടി വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കലായിരുന്നു ശ്രമം. അതിനൊടുവിൽ എന്ത് സംഭവിച്ചു? ഈ തരത്തിൽ വലിയ പ്രതിഷേധം, ലീഗ് അടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയതിന് പിന്നാലെ താല്പര്യമുള്ളവർക്ക് മതി, താല്പര്യമുള്ള സ്കൂളുകൾ അതത് സ്കൂളുകളിലെ PTA-കൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇത് നേരത്തെ ബാലുശ്ശേരിയിൽ സ്കൂളിലല്ലേ അത് ആ പ്രശ്നം തുടങ്ങുന്നത്, വിഷയം തുടങ്ങുന്നത്. അവിടുത്തെ കുട്ടികളൊക്കെ അതിൽ വളരെ ഹാപ്പിയാണ്. അവർക്ക് ആ യൂണിഫോം മതി എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതവിടെ ഒരു വശത്ത് നടക്കുന്നു. ഈ തരത്തിൽ ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ടൊക്കെ മലപ്പുറം എന്നതിലേക്ക് ചുരുക്കണ്ട, പക്ഷെ പറയുമ്പോൾ അത് പറയണം. മലപ്പുറവുമായി ബന്ധപ്പെട്ടൊക്കെ പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായൊക്കെ എത്ര മുന്നോട്ട് പോയിരിക്കുന്നു, പുറത്തു പോയി പഠിക്കുന്നവർ. അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ പൊതുവിൽ പറയുന്നത് അവർ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. കാരണം വീട്ടിലുള്ള വലിയ എന്താ പറയുക, പല തരത്തിൽ ചിന്തിക്കുന്നവർ, കുറച്ച് പേർ പുരോഗമനപരമായി ചിന്തിക്കുന്നവർ, വീട്ടിൽ തന്നെ ചില മുതിർന്നവർ, അങ്ങനെ അല്ലാതിരിക്കുന്നവർ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ടൊക്കെ പഠിക്കാൻ പോകേണ്ട അവസ്ഥ, നല്ല ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ അവർ സ്ട്രഗിൾ ചെയ്താണ് നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നേടിയെടുത്ത മുസ്ലിം പെൺകുട്ടികളുടെ ഒരു നാടാണ് നമ്മുടേത്. അവിടെയാണ് ഈ രൂപത്തിൽ സുംബ കളിച്ചാൽ ആണും പെണ്ണും ഇടകലർന്ന, ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ തന്നെ ലൈംഗികത മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നവരാണ്. ആണും പെണ്ണും ഒന്ന് ഇടകലർന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഡാൻസ് കളിക്കുമ്പോഴേക്കും പ്രത്യേക വികാരം വരുമോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ സൂംബയുമായി ബന്ധപ്പെട്ട് ഈ അല്പവസ്ത്രധാരികളായ ആണും പെണ്ണും ഇടകലർന്ന് എന്നൊക്കെയാണല്ലോ ഇവർ പ്രതികരിച്ച് കണ്ടത്. ഇപ്പോൾ പറയുന്നത് സ്കൂളിൽ യൂണിഫോം ഇട്ടാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാദം പാഠപുസ്തകത്തിലെ ചിത്രത്തിൽ അങ്ങനെയല്ല കണ്ടതെന്ന്. എന്തൊരു ബാലിശമായ വാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളൊന്നും അതിൽ പ്രതികരിച്ചാൽ ഞാൻ കണ്ടില്ല. നമ്മൾക്ക് ഇതിലൊക്കെ എതിർപ്പ് പറയുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ്, അധികം വർഷമായിട്ടില്ല, സ്കൂളിൽ ഒരു ചടങ്ങിൽ ഒരു മുസ്ലിം പെൺകുട്ടി അവാർഡ് മേടിക്കാൻ വേണ്ടി, 10ാം ക്ലാസ്സിൽ അവാർഡ് മേടിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു പുരോഹിതൻ ആ കുട്ടിയെ അപമാനിച്ചിറക്കുന്നുണ്ട്. ആ പുരോഹിതനും ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ഇതിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചു. MT അബ്ദുള്ള മുസ്ലിയാർ അവാർഡ് വാങ്ങാൻ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കിവിട്ട
അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ട് ഈ രൂപത്തിൽ പ്രതികരിക്കുന്നതാണ്. നമുക്കറിയാലോ, ഇപ്പോൾ നിസയുടെ പ്രസിഡന്റ് VP സുഹറ എന്നു മുതലാണ് തലയിൽ തട്ടമിടണ്ട എന്ന് തീരുമാനിച്ചത്. ഞാൻ എടുത്ത അഭിമുഖത്തിലായിരുന്നു അന്ന് ഒരു പുരോഹിതനല്ലല്ലോ, മുഷാവറ അംഗമാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നു, തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ്, കുടുംബത്തിൽ പിറന്നവരല്ല, എന്നാൽ പിന്നെ എനിക്ക് തട്ടം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ സാരി തലപ്പ് ഇപ്പോൾ തലയിൽ തട്ടമിടാനാണ് നടക്കുന്നത്. അവരൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ ഇവിടെ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ പ്രായത്തിൽ അവർ എത്ര കാലമായി ഇത് പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്, എല്ലാവരുമായും ചർച്ച നടത്തി വേണം നടപ്പാക്കാൻ, വർഗീയമായി അപ്പുറത്ത് മുതലെടുക്കുന്നവർക്ക് ആയുധം കൊടുക്കരുത്. ഒരു ഭാഗത്ത് ശരിയാണെന്ന് തോന്നാം. കാരണം അപ്പുറത്തുനിന്ന് വലിയ രീതിയിൽ ഒരു വലിയ പിന്തുണയുമായിട്ട് വരികയും ഇവിടെ ഫത്വ പുറപ്പെടുവിക്കേണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് വലിയ പ്രതികരണങ്ങൾ BJP നിന്നൊക്കെ വരുന്നുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ ഇതിൽ ആരോടാണ് ചർച്ച നടത്തേണ്ടതെന്നേ? ഇവിടെ രക്ഷിതാക്കൾക്ക് പ്രശ്നമുണ്ടോ? PTAയിൽ നിന്ന് പ്രശ്നങ്ങൾ വന്നോ? സ്കൂളുകളിൽ നിന്ന് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടോ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന പുരോഹിതരുമായി ചർച്ച ചെയ്തിട്ടാണോ സ്കൂളുകളുടെ കരിക്കുലം തീരുമാനിക്കേണ്ടത്? ഇപ്പോൾ സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ടും ഒരു വിഷയം അവിടെ നിൽക്കുന്നത്. ഹൈക്കോടതി ഉത്തരവാണ്, നടപ്പാക്കേണ്ടി വരും. ഇനി ഇതിലൊരു രാഷ്ട്രീയം പറയാം. ഇപ്പോൾ സർക്കാർ പറയുന്നു ഉറച്ച തീരുമാനമാണ്. എനിക്കതിൽ MA ബേബിയുടെ പ്രതികരണമാണ് കുറച്ചുകൂടി ശക്തമായ പ്രതികരണമായിട്ട് തോന്നുന്നത്. മതം ആജ്ഞാപിക്കേണ്ട എന്നുള്ള പ്രതികരണം അതൊരു രാഷ്ട്രീയ പ്രതികരണം തന്നെയാണ്. മന്ത്രി ഇപ്പോൾ ഉറച്ച നിലപാടാണ് ഇപ്പോൾ എടുക്കുന്നത്. പക്ഷേ പലപ്പോഴായി പിന്നാക്കം പോയത് നമ്മൾ കണ്ടു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ്. ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ ഈ വോട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ നിലപാടുകളും പ്രതികരണം നിൽക്കുന്നതെന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിൽ വഴങ്ങിക്കൊടുക്കേണ്ടതാ എന്നൊരു നിലപാടെടുക്കുന്നത് CPM വോട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന മറ്റൊരു നിലപാടിൻ്റെ തുടർച്ചയായിട്ട് വേണം കാണാൻ. ഇപ്പോൾ ആ എതിർപ്പുണ്ടായാലും കുഴപ്പമില്ല എന്ന രൂപത്തിലേക്ക് അതിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ് അതിൽ പ്രതികരണങ്ങൾ ഇത്ര ശക്തമാകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പുരോഗമനപരമായ നിലപാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതാണ് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ PSC നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടതല്ലേ, വഖഫ് ബോർഡിലെ PSC നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ എടുത്തിരിക്കുന്ന നിലപാടുകൾ എന്താണോ ഈ മതപുരോഹിതർ പറയുന്നത്, സമസ്ത പറയുന്നതിന് അനുസരിച്ചൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു പക്ഷേ CPM ഇടത് സർക്കാർ അതിന് നിന്ന് കൊടുക്കില്ല, ശക്തമായ പ്രതികരണങ്ങൾ നടത്തുമെന്നാണ് കാണുന്നത്. ഇത് രാഷ്ട്രീയത്തിനപ്പുറത്തു നിന്നും പുരോഗമനപരമായ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അതിനെ എതിർത്ത് വരുന്നവരെ ആ തരത്തിൽ തള്ളിക്കളയാൻ ആ സമൂഹത്തിൽ നിന്ന് തന്നെ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ പെൺകുട്ടികളുടെ ഭാഗത്തെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റായിട്ടോ ഇൻസ്റ്റയിലെ പോസ്റ്റുകളൊക്കെ ആയിട്ട് അവർ സൂംബ കളിക്കുന്ന പടങ്ങൾ ഇട്ടുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. ആ പ്രതികരണം അങ്ങ് തുടരട്ടെ. ഓക്കെ, ജിമ്മിയിലേക്ക് എത്തിയാൽ ജിമ്മി, ഇന്നും പ്രതികരണങ്ങളും തുടർ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സർക്കാർ നിലപാട് വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ഒരു പടി പോലും പിന്നോട്ടില്ല. നേരത്തെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യത്തിലും ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളിൽ കൊണ്ടുവരുന്ന സമയത്തും ഒക്കെ എടുത്തൊരു നിലപാടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാഭ്യാസാവകാശ നിയമം അനുസരിച്ച് സ്കൂളുകൾക്കും റൂൾസ് അനുസരിച്ച് അധ്യാപകർക്കും ബാധ്യതയുണ്ടെന്ന് നടപ്പിലാക്കാൻ അവർക്കിതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. അതിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. പക്ഷേ ഏറെ ശ്രദ്ധേയമായ കാര്യം, പ്രതിപക്ഷം ഇതിലെടുത്തിരിക്കുന്ന ഒരു നിലപാട് കൂടിയുണ്ട്. ചർച്ച ചെയ്യണമായിരുന്നു, പക്ഷേ അവർ തുറന്ന് എതിർക്കുന്നില്ല. നോക്കൂ, കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഇന്നലെ വരെ ഇത് അല്പവസ്ത്രമാണ്, ആണും പെണ്ണും ഇടകലർന്നാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇത് തുടങ്ങി വെച്ചത്. അല്പവസ്ത്രമല്ല, സ്കൂൾ യൂണിഫോമാണ്, ആണും പെണ്ണും ഇടകലർന്നല്ല, പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലുമുണ്ട്, പിന്നെ ഇതിങ്ങനെ കെട്ടിപ്പിടിച്ച് നടത്തുന്ന ഒരു ഡാൻസ് അല്ല എന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞപ്പോൾ പോയിന്റിലേക്ക് വന്നു. ആട്ടവും പാട്ടവും നമുക്ക് പറ്റില്ല. അപ്പോൾ വിഷയത്തിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ ഞാനിത് തന്നെയാണ് പറഞ്ഞത്. വിഷയം ഇതാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇന്നത് വിദ്യാഭ്യാസ മന്ത്രിയും ബാക്കിയുള്ളവരും ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പറ്റില്ല. അല്പം എന്നുള്ള ചർച്ചയിലും ഇപ്പോൾ നമ്മുടെ ചർച്ചയിലും പങ്കെടുത്ത ആൾ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ആ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടെ അടിച്ചേൽപ്പിക്കലാണ് എന്ന് തോന്നുന്നത് ഇവിടുത്തെ മത മേലധ്യക്ഷന്മാർക്കോ മത നേതാക്കൾക്കോ മൗലികവാദികളെന്ന് പലരും വിളിക്കുന്നവർക്കുമാണ്. അല്ലാതെ സ്കൂളിലോ കോളേജുകളിലോ ഒന്നും ഈ പ്രശ്നമില്ല. ഓൾറെഡി നമ്മുടെ സമൂഹം വളരെ കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടെന്നും പെൺകുട്ടികൾ പരീക്ഷ എഴുതരുതെന്നും പെൺകുട്ടികൾ സ്കൂളിൽ പോകരുതെന്നും ഒക്കെ പറഞ്ഞ് അതിനെതിരെ വലിയ യുദ്ധങ്ങൾ നടന്ന് അതൊക്കെ വളരെ നോർമലായി കഴിഞ്ഞു വന്ന ഒരു സമൂഹമാണ് കേരളം. അന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു യുദ്ധം. അമ്പലത്തിൽ കയറാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടന്ന ആ സമരങ്ങൾ തോറ്റു തുന്നം പാടി മഹാത്മാഗാന്ധി വന്നിട്ട് പോലും നടക്കാതെ പോയ സമരങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അത് കിടന്ന് ജയിച്ചു വന്ന സ്ഥലമാണ്. ഇന്ന് സമൂഹത്തിൽ ഇത് ഏറ്റവും അവസാനത്തെ റെസിസ്റ്റൻസാണ്. നോക്കൂ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ക്ലാസ്സിൽ ഇരിക്കുന്നതിന് വരെ എതിർത്ത ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. അവിടെ നിന്നൊക്കെ നമ്മൾ മുമ്പോട്ട് വന്നു, അതൊക്കെ പരാജയപ്പെട്ടു പോയി. അന്നും ഇതൊക്കെ തന്നെയായിരുന്നു വിഷയം. ഇത് തടയാൻ ശ്രമിക്കും. ഇത് ലാസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയും, അവസാനത്തെ ശ്രമമാണ് നടത്തി നോക്കുന്നത് ഇതൊന്ന് തടഞ്ഞു കിട്ടാൻ. പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി.
പെൺകുട്ടികളും ആൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നു എന്നുള്ളതും പെൺകുട്ടികളും ആൺകുട്ടികളും സംഗീതം ആസ്വദിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാകുന്ന ഒരു മതവിഭാഗങ്ങളുടെ, അതിപ്പോൾ മുസ്ലിം സമുദായത്തെ മാത്രം പറയണ്ട. ഇപ്പം നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കൂ, ക്രൈസ്തവ സഭയിൽ സ്ത്രീകൾക്ക് പുരോഹിതരാകണമെന്ന് പറഞ്ഞ വലിയ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നാമ്പുറത്ത് അംഗീകരിക്കപ്പെടുന്നില്ലല്ലോ. സ്ത്രീകൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രധാനപ്പെട്ട പദവികൾ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള എത്ര പേരുണ്ട്? ഇപ്പോഴും RSS എന്ന് പറയുന്നത് പുരുഷന്മാരുടെ മാത്രം സംഘടനയാണ്. തുടങ്ങിയപ്പോൾ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അത് മുസ്ലിം മതസംഘടനകൾ മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലും സ്ത്രീകളെന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾ വേണം, അപ്പോൾ ഒരാളെ കൂടെ വയ്ക്കാം അല്ലേ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ അങ്ങ് വയ്ക്കും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ വിഷയത്തിൽ മതസംഘടനകൾക്ക് വളരെ കൃത്യമായൊരു താല്പര്യമുണ്ട്. അത് പെൺകുട്ടികൾ മുമ്പോട്ട് വരുന്നതും പെൺകുട്ടികൾ ഇടകലർന്നതും ലൈംഗികതയെ മറ്റുമൊക്കെ പ്രചോദിപ്പിക്കും. അത് അവരങ്ങനെയൊക്കെ വഴിതെറ്റി പോകും. സ്ത്രീകളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണല്ലോ ഒരു മതസംഘടനകളും ഒക്കെ ആദ്യം ചെയ്യുക. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ്, ഞാൻ പേര് പറയുന്നത്, മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ആദ്യം വന്നാൽ അവർ ചെയ്യുക, ആ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. വൈകുന്നേരം നീ ആരോടെ സംസാരിച്ച്, അതിലൊരു പെൺകുട്ടിയോട് ആൺകുട്ടി സംസാരിച്ചാൽ നീ ആരാണ്, നിൻ്റെ പേരെന്താണ്, പിന്നെ അവനെ അടിക്കുക. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലോ ലോകത്തിലെല്ലായിടത്തും ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഒരാവശ്യം വന്നാലോ, ഇപ്പോൾ കർണാടകത്തിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പെൺകുട്ടികൾ സ്കൂളിൽ കോളേജിൽ വരുന്നതിൽ ഒരു വലിയ വിഷയമുണ്ടായൊരു കഥയുണ്ട്. അത് 2021-22 കാലത്താണ്. വളരെ വലിയ സമരമായിരുന്നു അത്. അപ്പോൾ അന്ന് മുഖം മൊത്തം മറച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്, ബുർഖയാണ്, നിഖാബാണെന്ന് പറഞ്ഞു. അതല്ല, ഹിജാബാണ്, ശിരോവസ്ത്രം മാത്രമാണ് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടായപ്പോൾ ഇവിടുത്തെ പുരോഗമന സംഘടനകൾ അവർക്കൊപ്പം നിന്നു, ഇന്ത്യയിൽ മുഴുവൻ. അപ്പോൾ ഇതൊന്നുമില്ല, ഇതൊക്കെ വേണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം, കൂടെ സമരം ചെയ്യണം, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. പക്ഷേ അവർക്ക് മേൽക്കൈ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലം വരുമ്പോൾ ഇതെല്ലാം മറക്കും, ഇത് മുഴുവൻ വിട്ടുകളയും. എന്നിട്ട് കുറച്ചുകൂടെ മൗലികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടേയിരിക്കും. ഒരു കാര്യം എന്തായാലും സമാധാനമുണ്ട്, ഇത്തവണ ഇടതുമുന്നണി സർക്കാർ CPM CPI ഒന്നും ഈ കാര്യത്തിൽ പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വളരെ വ്യക്തമായ സന്ദേശം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഓർക്കണം, ഇതിനു മുമ്പുള്ള ചരിത്രം ഇങ്ങനെയല്ല. ഞാൻ ഈ ഏറ്റവും അടുത്ത കാലത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയമല്ല പറയുന്നത്. ഇന്നലെ നമ്മൾ പരാമർശിച്ച ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് നാടകം വന്ന് വളരെ വലിയ വിഷയമുണ്ടായപ്പോൾ തോപ്പിൽ ഭാസി അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചിരിക്കുന്ന അവസ്ഥയാണ്. തോപ്പിൽ ഭാസിയൊക്കെ കഷ്ടപ്പെട്ട് വന്ന് തൃശ്ശൂരാണെന്ന് തോന്നുന്നു ഒരു വലിയ സമ്മേളനത്തിൽ, അതിന് സ്റ്റേജിൽ കയറാൻ വയ്യ, അദ്ദേഹം സ്റ്റേജിന് വെളിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഇതിനു വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു സമിതിയെ വെച്ചു. അവസാനം ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്ത് പിന്നീട് അവരും പറഞ്ഞ് ഈ നാടകം വേണ്ടാന്ന്. പിന്നെ നാടകം കേരളം കണ്ടിട്ടില്ല. എങ്ങനെയാണ് മതമില്ലാത്ത ജീവൻ അവസാനം സെറ്റിൽ ചെയ്തത്? മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പാഠം വന്നു. അവസാനം നമുക്കൊരു സമിതിയെ വയ്ക്കാം. ഈ സമിതിയിൽ ഈ പ്രധാനപ്പെട്ട മതപുരോഹിതന്മാരും ആളുകളൊക്കെ വന്നു. അവസാനം ആ പാഠഭാഗം വേണ്ടെന്ന് വെച്ചു. ഇത്തവണ ഇവർ ആവശ്യപ്പെടുന്നത് അതാണ്. ഞങ്ങൾ ഇതിനെതിരാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാൻ എന്ത് ചെയ്യണം, ചർച്ച ചെയ്യണം ഞങ്ങളുമായി. വീണ്ടും പഴയ നാടകം കൊണ്ട് വരികയാണ്, ഞങ്ങളെ കൂടെയൊക്കെ കേൾക്കൂ, അവസാനം ഒരു സമിതിയെ വയ്ക്കൂ, എന്നിട്ട് നമുക്കതങ്ങ് സെറ്റിൽ ചെയ്യാം. തൽക്കാലം ഇതിപ്പോൾ വേണ്ട. ഈ തന്ത്രത്തിൽ ഇത്തവണ ഇടതുമുന്നണി വീടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇടതുമുന്നണി സർക്കാർ വീടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ന്യൂനപക്ഷ വർഗീയ സംഘടനകൾ കേരളത്തിൽ പിടിമുറുക്കുന്നു എന്ന CPMൻ്റെ വളരെ വലിയ ക്യാമ്പയിനുണ്ട്. അതൊക്കെ അതിൻ്റെ രാഷ്ട്രീയം. ചില സമയത്ത് ഇത്തരം രാഷ്ട്രീയവും നല്ലതായിട്ടൊക്കെ വരും, അതൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷേ ഈ കാര്യത്തിൽ CPM ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും റെസ്പോൺസുകൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ വിഷയത്തിൽ CPM പിന്നോട്ട് പോവുകയാണ്, സൗകര്യമുള്ളവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിർത്തുകയാണെന്നാണ്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു. ശ്രീ ശിവൻകുട്ടി പറഞ്ഞത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അവരുടെ സ്വാതന്ത്ര്യം, പക്ഷേ സ്കൂളുകൾ അത് ഞങ്ങൾ തീരുമാനിക്കും. കാരണം സർക്കാരാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകൾക്ക് സർക്കാരാണ് ശമ്പളം തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ഇനി രക്ഷിതാക്കൾക്കോ അങ്ങനെയല്ല. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് രക്ഷിതാക്കൾക്കുമല്ല അവകാശം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അതും സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു കാര്യം കൂടെ പറയാം, 2 മാസം മുമ്പ് അല്ലേ, 1 മാസം മുമ്പല്ലേ സ്കൂളിലെ സമയം മാറ്റുന്നു. 9:30 എന്നുള്ളത് ഒരു 15 മിനിറ്റ് നേരാക്കുന്നു, മറ്റേ നേരത്തെ ആക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്, ഇത് മതപഠനത്തിന് മൊത്തം പ്രശ്നമാണ്, ഞങ്ങൾ ടൈം മദ്രസയിൽ പോകും. അപ്പോൾ തിരിച്ചൊരു ലോജിക്കില്ല, മദ്രസയുടെ ടൈമിംഗ് അങ്ങ് മാറ്റിയാൽ പോരെ. അത് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ പറയുന്നതിനപ്പുറം 1 ഇഞ്ച് മാറില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവസാനം നാണം കെട്ട് പിന്മാറിയ ചരിത്രമാണ് ഇന്ത്യയിലും കേരളത്തിലും ലോകത്തിലുമുള്ള എല്ലാ മതസമൂഹങ്ങൾക്കും ഉള്ളത്.
ഇപ്പോൾ ഇറാനെ കുറിച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഇറാനിലാണല്ലോ നമുക്കറിയാവുന്ന പോലെ ഈ അതിഭയങ്കരമായിട്ടുള്ള മത പോലീസും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ 3 വർഷം മുമ്പ് ഇറാനിൽ പോയ ആളാണ്. ഇഫ്സാൻ എന്ന് പറയുന്ന ഇപ്പോൾ ബോംബിങ് നടന്ന ഇഫ്സാനിലെ ഈ ആണവ കേന്ദ്രത്തിൻ്റെയൊക്കെ അടുത്തുകൂടെ. അപ്പോൾ അന്ന് ഗൈഡ് പറഞ്ഞെന്ന് അതൊരു എന്തോ വലിയ കെട്ടിടമാണ്, ഞങ്ങൾക്ക് അറിയില്ല, ഒരു കെട്ടിടമുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചെന്നാണ്. ഇഫ്സാനിൽ ഞാൻ വൈകുന്നേരം പോയ ഇഫ്സാനിലെ ഒരു അവിടുത്തെ നദിയിൽ കുറുകെ ഒരു പാലമുണ്ട്. ആ പാലത്തിന് താഴെ മനുഷ്യർക്ക് ഇരിക്കാം. അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം മനുഷ്യർ കൂട്ടമായി വന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും പാട്ടുപാടുന്ന 1.25 മണിക്കൂർ 1.5 മണിക്കൂർ വരെ നിന്ന് പാട്ട് പാടുന്നതിന് ഞാൻ സാക്ഷിയാണ്. ഇഫ്സാൻ ഇറാനിൽ എവിടെ മത പോലീസ് ഒന്നുമില്ല. അത്രയും വലിയ സ്ഥലത്ത് പോലും മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ചോദനകളെ അവൻ്റെ ആവിഷ്കാരത്തെ പ്രകടിപ്പിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഇഫ്സാൻ. പോലെ തന്നെ ഞാനന്ന് പോയൊരു സ്ഥലം മറ്റൊരു നഗരമാണ്. ആ നഗരത്തിൻ്റെ പേര് ഷിറാസ് ആയിരുന്നു. ഷിറാസിൽ ഒരു ഹോട്ടൽ, അതൊരു അണ്ടർഗ്രൗണ്ടിലാണ്. വിശ്വസിക്കില്ല, അവിടെ നടക്കുന്നത് സംഗീത കച്ചേരി പോലെ 3-4 പാട്ടുകാരിരുന്ന് പാടുകയാണ്. ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ത്രീകൾ കൂടെ പാടുകയാണ്. ഞങ്ങൾ വീഡിയോ എടുത്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിനപ്പുറം ഇതൊന്നും നിൽക്കില്ലെന്നേ. ഇറാൻ പോലൊരു സ്ഥലത്ത് പോലും മനുഷ്യർക്ക് ഇത്തരം തടസ്സങ്ങളെ പുല്ലുപോലെ തൃണവൽക്കരിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ കേരളത്തിലെ ഈ മതപണ്ഡിതന്മാരൊന്നും ഒരു ചുക്കുമല്ല. സർക്കാർ ഒന്നുകൂടെ ഒന്ന് ഗട്ട്സായിട്ട് നിന്നാൽ മതി. അടുത്ത ആഴ്ച ഇവരെയൊക്കെ നമുക്ക് മുട്ടുകുത്തിക്കാൻ പറ്റും. ഇത്തവണ നമ്മൾ ജയിക്കണം, എങ്കിലേ കേരളം ജയിക്കും. റൈറ്റ്, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. സൂംബ ഡാൻസ് അടിച്ചേൽപ്പിക്കലാണോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കലല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഞാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ തട്ടമിടുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ വിഷയം യഥാർത്ഥത്തിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. സൂംബ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ചില ന്യൂനപക്ഷ സംഘടനകൾ, ചില ഇസ്ലാം മത സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. എന്തുകൊണ്ടാണിതെന്ന് ഞാൻ വ്യക്തമാക്കാം. നോക്കൂ, തട്ടമിടാത്ത VP സുഹറെ എന്താണ് വിശേഷിപ്പിച്ചത്? അഴിഞ്ഞാട്ടക്കാരി എന്നാണ് പറയുന്നത്. തട്ടമിടാത്ത ഒരു മുസ്ലിം സ്ത്രീയെ അഴിഞ്ഞാട്ടക്കാരിയായി കണക്കാക്കുന്ന ഒരു ന്യൂനപക്ഷ വർഗീയതയും തട്ടമിടുന്ന സ്ത്രീയെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയും സംഘപരിവാരൻ രാഷ്ട്രീയവും ഒരേ നുഖത്തിൽ കെട്ടാവുന്ന ഒന്നാണ്. ഇത് രണ്ടിനെയും നിങ്ങൾ വേർതിരിച്ച് കാണാനേ കഴിയില്ല. രണ്ടും ഒരു നാണയത്തിൻ്റെ 2 ഭാഗങ്ങൾ മാത്രമാണ്. പരസ്പരം തലോടി നിൽക്കുന്നവരാണ്. ഇന്ത്യയിൽ BJPയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ച സംഭവം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ഷബാനു കേസിലെ വിധിയെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ നീക്കം. അന്ന് മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഷബാനുവിന് നീതി കൊടുക്കുന്നതിനെതിരെ തെരുവിൽ രംഗത്തിറങ്ങുകയും അത് കണ്ടു ഭയന്ന് ഒരു നിയമനിർമ്മാണം നടത്തുകയും ചെയ്ത രാജീവ് ഗാന്ധിക്ക് പറ്റിയ തെറ്റ്. ഒടുവിൽ അതിന് പ്രതിഫലം എന്ന വണ്ണം ബാബറി മസ്ജിദിൻ്റെ താഴിട്ട് പൂട്ടിയ ഗേറ്റുകൾ തുറന്നു കൊടുക്കാനെടുത്ത തീരുമാനം. അവിടം മുതലാണ് BJPയുടെയും സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെയും വലിയ വളർച്ചയുണ്ടാവുന്നത്. അത് പ്രേക്ഷകർക്കറിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിലൊരു ബാലൻസിംഗ് ഉണ്ട്. ഇതിൽ ഒരു സമുദായത്തെ മുഴുവൻ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. അതിൻ്റെ ആനുകൂല്യം സംഘപരിവാർ രാഷ്ട്രീയം നേടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘപരിവാർ രാഷ്ട്രീയത്തിന് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകളിലെ ചില യാഥാസ്ഥിതികവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെല്ലും ശാസ്ത്രീയമായ യുക്തിയോ തെല്ലും പുരോഗമനത്തിൻ്റെ സ്വഭാവമോ ഇല്ലാത്ത ഇരുണ്ട കാലത്തേക്ക്, പ്രാകൃത കാലത്തേക്ക് നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിടയന്മാരാണിവർ എന്നത് തന്നെ പറയേണ്ടി വരും. അവർ ആട്ടിൻ തോലിട്ടവരാണ് എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഇവർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. അതാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ രസകരമായ ഒരു വാർത്ത വന്നിരുന്നു. മുംബൈയിൽ ഈ ബാങ്ക് വിളികളെല്ലാം മൊബൈൽ ഫോണിൽ ആപ്പുകളിലൂടെ ലഭ്യമാകുന്നു അത്രേ. അതിൻ്റെ കാരണം എന്താ? പരസ്യമായി ഈ ഉച്ചഭാഷണിയിലൂടെ ബാങ്ക് വിളിക്കുന്നത് ചില ആളുകളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഘട്ടം വന്നപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ അവർ ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. മതപരമായ നിങ്ങളുടെ അവകാശങ്ങളും ആചാരങ്ങളും ശാസ്ത്രീയ യുക്തിബോധത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാങ്ക് വിളി കേൾക്കുന്നത്. അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്. തിരിച്ചും അത് തന്നെ ആവണം. ഇതെല്ലാം വ്യക്തിപരമായ ഇടങ്ങളിലേക്കും നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിലേക്കും ഒക്കെ ഒതുങ്ങിക്കൊള്ളൂ. അതിങ്ങനെ ബാങ്ക് വിളിയുടെ കാര്യത്തിൽ മാത്രം അല്ലല്ല, എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ മന്ത്രങ്ങൾ, ഇതൊക്കെ നാട്ടുകാരെ വിളിച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഓരോ വിശ്വാസികളുടേതുമായ സ്വകാര്യമായ അവകാശങ്ങൾ മാത്രമാണ്. ആ സ്വകാര്യമായ അവകാശത്തെ പൊതുവിടങ്ങളിലേക്ക് ഇറക്കി വിടരുത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ യുക്തി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇത് എത്രമാത്രം ചർച്ചയായി മുന്നോട്ട് നിൽക്കുന്നുണ്ടോ അത്രമാത്രം സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിത്ത് ഇത് പാകിക്കൊണ്ടേയിരിക്കും, അതിന് വെള്ളം കോരിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാരെടുത്ത ഈ നിലപാടിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. ഒരു പുരോഗമന സ്വഭാവം ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളതിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കണം. ഇനി ഇതിലെ ചില നേതാക്കളുടെ ചില പ്രസ്താവനകളും അതിൽ വസ്തുതയുണ്ടോ എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. ഒരു ഫാക്ട് ചെക്ക് നമുക്ക് നോക്കി പോകാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ
പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റായി വന്നിരിക്കുന്നത് വിസ്ഡത്തിൻ്റെതാണല്ലോ തുടക്കം മുതൽ വന്നിരിക്കുന്നത്. വിസ്ഡം മുന്നോട്ട് വെച്ചിരിക്കുന്നതിനെ പിന്നീട് സമസ്തയിലെ യുവജന വിഭാഗം ഏറ്റെടുക്കുന്നു, അതിനെ തുടർന്ന് മുജാഹിദിയിലെ ഒരു വിഭാഗം ഏറ്റെടുക്കുന്നു. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ചില പ്രതികരണങ്ങളും അവ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുതാപരമായി നിൽക്കുന്നതാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധേയമായവയാണ്. ഒന്ന്, ഇതിൽ സുംബയിൽ ബെല്ലി ഡാൻസ് ഉണ്ട്. ധാർമ്മികത നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് ഇത് മാനസിക പ്രയാസമുണ്ടാക്കും എന്നാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ സൂംബയും ബെല്ലി ഡാൻസും ഒന്ന് തന്നെയാണോ? സൂംബ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വിശദീകരിച്ചതാണ്. കൊളംബിയയിലെ ഡാൻസർ കൊണ്ടുവന്നതാണ്. ഈ കൊളംബിയയിലെ ഒരു കൊറിയോഗ്രാഫറായ ആൽബർട്ടോ പെരസ് കൊണ്ടുവരുന്ന ഈ നൃത്തരൂപത്തിന് ബെല്ലി ഡാൻസുമായി ഒരു ബന്ധവുമില്ല. ബെല്ലി ഡാൻസ് എവിടെ ഉണ്ടാവുന്നത്? ഈജിപ്തിലാണ്. അതെവിടെ നിന്നാണ് കൂടുതൽ പ്രചാരത്തിലേക്ക് വരുന്നത്? മിഡിൽ ഈസ്റ്റിലാണ്. അറബ് രാജ്യങ്ങളുടെ ഫോക്ക് ഡാൻസായിട്ട് അവരുടെ സോഷ്യൽ ഡാൻസ് ഫോമായിട്ട് അംഗീകരിച്ച് അവിടുത്തെ മതപുരോഹിതന്മാരടക്കം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, അഥവാ അവിടെ വിനോദസഞ്ചാരികളടക്കം വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ആകർഷണമായിട്ട് മാറുന്ന ഒന്നാണ് ബെല്ലി ഡാൻസ് എന്ന് പറയുന്നത്. അത് അറബ് രാജ്യങ്ങളിൽ വളരെയധികം പോപ്പുലറായ ഒന്നാണ്. അതും ഈ കൊളംബിയയിൽ രൂപം കൊണ്ട ഈ എറോബിക് എക്സസൈസ് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതുള്ളതാണ് വസ്തുത നമ്പർ 1. വസ്തുത നമ്പർ 2, ഇതിന് സാമ്പ ഡാൻസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ധാർമ്മികത നിലനിർത്തണം, ആഭാസകരമായ നൃത്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ബഹാവുദ്ദീൻ നദ്വി അടക്കം പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഗൂഢലക്ഷ്യമുണ്ട്, ആഭാസകരമായ നൃത്തം എന്നാണ്. ആഭാസകരമായ നൃത്തത്തിനകത്ത് ശരിയാണ്, സൂംബ എന്നടിച്ചപ്പോൾ സാമ്പ എന്നായിപ്പോയാൽ അതിനകത്ത് വേണമെങ്കിൽ ഈ പറയുന്ന അല്പവസ്ത്രം കാണാൻ പറ്റും. കാര്യം അർജൻറ്റീനയിലാണ് സാമ്പാ നൃത്തം ഉണ്ടാകുന്നത്. അർജൻറ്റീനയിലെ സാമ്പാ നൃത്തം അവിടുത്തെ സോഷ്യലൈസ് ചെയ്യുന്നൊരു ഡാൻസ് ഫോമാണ്. വളരെ സാവധാനം, ഒരു ഹാൻഡ് കർച്ചീഫ് കൊണ്ട് വളരെ സാവധാനം മനോഹരമായ സ്റ്റെപ്പുകളോട് കൂടി നമ്മൾ സാധാരണ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണുന്ന സമയത്ത് ലാറ്റിൻ അമേരിക്കയിൽ സാമ്പയുടെ താളത്തിൽ നിന്നാണ്. അത്ര മനോഹരമായിട്ടുള്ള മൃദു ചലനങ്ങളിലൂടെ വളരെ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാമ്പാ നൃത്തത്തിൻ്റെ അഴകെന്ന് പറയുന്നത്. ആ അഴകും സംഗീതവും ലാറ്റിൻ അമേരിക്കയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പോൾ സൂംബയ്ക്ക് പകരം സാമ്പ അടിച്ചു കൊടുത്താൽ അല്പവസ്ത്രധാരിയെ കാണും. ഇവിടെ അങ്ങനെയാണോ സംഭവിച്ചതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അല്പവസ്ത്രം ഞാൻ കണ്ട ഒരു സൂംബ ഡാൻസിലും, കേരളത്തിലാവട്ടെ മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലാവട്ടെ, സൂംബ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് സാമ്പ പോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരിടവും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സൂംബയിൽ സൂ പോയി സാ ആകുമ്പോഴാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എനിക്ക് മതസംഘടനയിലെ നേതാക്കളോട് പറയാനുള്ളത്. ഇത് സാ അല്ല, സൂ ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനകത്ത് അല്പവസ്ത്രത്തിൻ്റെ വിഷയമില്ല. ഇനി അല്പവസ്ത്രത്തിൻ്റെ വിഷയം എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി തന്നെ പറഞ്ഞു ഇത് യൂണിഫോം ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. യൂണിഫോം അല്പവസ്ത്രമാണോ? കേരളത്തിൽ ഏതെങ്കിലും സ്കൂളുകളിൽ യൂണിഫോം അല്പവസ്ത്രമായിട്ട് മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ സാർ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ മതസംഘടനയിലെ ഈ നേതാക്കന്മാർ പറയുന്നതല്ല വസ്തുത എന്നത് പറയാൻ വേണ്ടിയാണ് ഈ രണ്ടു കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഇതിന് ബെല്ലി ഡാൻസുമായിട്ട് ബന്ധമില്ല. രണ്ട്, ഇത് അല്പവസ്ത്രമോ ആഭാസകരമായ നൃത്തച്ചുവടുകളോ ഇല്ല. ആഭാസമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതൊക്കെ വളരെ റിലേറ്റീവും സബ്ജക്റ്റീവുമാണ് എന്നുള്ളതാണ് കാര്യം. ഈ പറയുന്ന പ്രസ്താവനകളാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ആഭാസകരം എന്ന് തോന്നുന്നത്. നിങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറയുമ്പം മൂത്രപ്പുര അന്വേഷിച്ചു പോകും. നിങ്ങൾ സമത്വത്തെക്കുറിച്ച് പറയുമ്പം, നിങ്ങൾ സൂംബ ഡാൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആണും പെണ്ണും ചേർന്ന് നിന്നുള്ള ലൈംഗികതയെക്കുറിച്ച് പറയും. അതിനേക്കാൾ വലിയ ആഭാസം എന്താണ് എന്നുള്ളതാണ് എനിക്കിനിയും മനസ്സിലാവാത്തത്. അപ്പോൾ ഇതാണ് അതിലെ ഫാക്റ്റ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാൻ പറയാം. അത് MSFൻ്റെ നേതാവിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് നേതാവ് പറയുന്നത്? വേണ്ടത്ര പഠനങ്ങളും ചർച്ചകളും ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ? ഉണ്ടെന്നേ. ഒട്ടേറെ പഠനങ്ങളും ചർച്ചകളും ഇതേപോലുള്ള സ്ട്രെസ് റിലീസിംഗ് ആയ എയറോബിക് എക്സസൈസുകൾ എങ്ങനെയാണ് സബ്സ്റ്റൻസ് യൂസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെ കുറയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒട്ടേറെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? സൂംബ ഡാൻസിനെ കുറിച്ച് തന്നെ നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ പഠനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം, വായിക്കണം എന്നാണ് എനിക്ക് നേതാക്കളോട് പറയാനുള്ളത്. അതിൽ ഒരു പഠനം ഞാൻ പറയാം. 5 പഠനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഡിസ്കവർ സൈക്കോളജിയിൽ വന്നൊരു പഠനമാണ്. അതിൽ ഈ പലസ്തീനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്ട്രെസ്സ് എങ്ങനെയാണ് അവരെ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം ഡിസ്കവർ സൈക്കോളജിയിൽ വന്നിട്ടുണ്ട് 2023. പലസ്തീനിലെ MBBS ഡോക്ടർമാർ വിദ്യാർത്ഥികൾക്കിടയിൽ എങ്ങനെയാണ് സ്ട്രെസ് കുറയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം. നമ്പർ 2, ഹെൽത്ത് കെയർ മാഗസിനിൽ ഒരു പഠനം വന്നിട്ടുണ്ട്. തുർക്കിയിലാണ്. തുർക്കിയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഡാൻസ് തെറാപ്പി എങ്ങനെയാണ് എഫക്റ്റീവായി മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ്. അതിൻ്റെ നിരീക്ഷണത്തിൽ പറയുന്ന, അതിൻ്റെ കൺക്ലൂഷനിൽ പറയുന്നൊരു ഭാഗമുണ്ട്. 12 ആഴ്ചയിലെ ഈ ഡാൻസ് തെറാപ്പി കൊണ്ട് ഈ ഫിയർ ഓഫ് ഹാപ്പിനെസ് ഇല്ലാതാക്കാൻ പറ്റും. അവർക്ക് ഈ ഉത്കണ്ഠ, ആകാംക്ഷ, സ്ട്രെസ്സ് ഇതിനെ റിലീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് 12 ആഴ്ചകളിൽ തുടർച്ചയായിട്ട് ഡാൻസ് തെറാപ്പി എടുക്കുന്നത്. തുർക്കിയിലെ പഠനമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്രീ മാഗസിൻ, ഓപ്പൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പൺ മാഗസിനുകളിലൊക്കെ ലഭ്യമായ കണ്ടന്റുകളാണ്. ഇനി ഫ്രണ്ടിയർ മാഗസിനിൽ ഒരു പഠനമുണ്ട്. ലഹരി ഉപയോഗം
ഗുണഭോക്താക്കളിലെ ക്രമം തെറ്റലിൽ ഈ സ്ട്രെസ് വഹിക്കുന്ന പങ്കിനെ കുറിച്ചാണ്. സ്ട്രെസ് നിങ്ങൾ എത്രമാത്രം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, സ്ട്രെസ് നിങ്ങൾ മറ്റു വഴികളിലൂടെ കുറയ്ക്കുന്നുണ്ടോ, അത്രത്തോളം നിങ്ങൾ സബ്സ്റ്റൻസിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള പഠനമാണ് ഫ്രണ്ടിയർ മാഗസിനിൽ പറയുന്നത്. ഇനി സൂംബ ഡാൻസിനെ കുറിച്ചുള്ള പഠനമുണ്ട്. പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് മാനസിക സമ്മർദ്ദവും മാനസിക സംഘർഷവും സൂംബ ഡാൻസ് ലഘൂകരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം പറയുന്നുണ്ട് പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസിൽ. അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസിൽ പറയുന്നുണ്ട് സൂംബ ഡാൻസ് 1 മണിക്കൂർ ചെയ്താൽ 369 കാലറി ശരാശരി ബേൺ ചെയ്യുമെന്നാണ്. 1 മണിക്കൂറിലെ വളരെ സ്ലോ ആയി തുടങ്ങി വാമപ്പായി ഹൈ ഇമ്പാക്റ്റ്, ഒരു ലോ ഇമ്പാക്റ്റ് മീഡിയം ഇമ്പാക്റ്റ് ആണ് നോർമലി സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. ആ സൂംബ ഡാൻസ് കഴിഞ്ഞ് കൂൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് 369 കാലറി ബേൺ ചെയ്യും സൂംബ ഡാൻസ് എന്ന് പറയുന്ന ശാസ്ത്രീയ പഠനങ്ങൾ നമ്മുടെ ഇൻ്റർനെറ്റുകളിൽ അവൈലബിൾ ആണ്, നമ്മളുടെ വളരെ ഗവേഷണ പ്രബന്ധങ്ങളിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അഭിപ്രായം പറയാനെന്നാണ് എനിക്ക് യുവ നേതാക്കളോടും ഒപ്പം തന്നെ ഈ മത സാംസ്കാരിക സംഘടനകളിലെ നേതാക്കളോടും പറയാനുള്ളത്. ചാടിക്കേറിയ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ അപഹാസ്യരാവുന്നതിൽ വിഷമമുണ്ട് എന്നുള്ളതാണ് എനിക്കതിൽ പറയുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന നാടാണ്. ഞാനത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. എന്തു പറഞ്ഞാലും അതിലൊരു വർഗീയത കാണുന്ന നാടാണ്. ഒരു ഭാഗത്ത് ജാനകി എന്ന പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ സമൂഹം ഒരു വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് സൂംബ ഡാൻസ് വന്നാൽ ഇവിടുത്തെ സാംസ്കാരിക ജീർണതയുണ്ടാവും എന്ന ആക്ഷേപമുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികം ഇനി എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒരു വിഭാഗത്ത് RSSന്റെ നേതാവ് എന്ന് പറയുന്നു സോഷ്യലിസവും ജനാധിപത്യവും ഭരണഘടനയ്ക്ക് ഭീഷണിയാണെന്ന് പറയുന്നു. മറുഭാഗത്ത് എന്ന് പറയുന്നു സൂംബ എന്നുള്ളത് സമൂഹത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്നു. ഇവർ രണ്ടും പേരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ചർച്ച നടത്തേണ്ടത് ഇനി ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ വിയോജിക്കുന്ന ഭാഗം ഇതാണ്. ഇതിൽ ആരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്? ഇതിൽ ചർച്ച നടത്തേണ്ടത് സമസ്തയിലെ ചില നേതാക്കളുമായിട്ടാണെന്നേ. സമസ്തയിലെ നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലീഗിലാണ്. ആ ലീഗുള്ളത് UDFന്റെ ഘടകകക്ഷിയാണ്. ആ UDFന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവാണ്. ഇനി മുജാഹിദീൻ വിഭാഗം അവരും പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിസ്തുത്തിന്റെ ഭൂരിപക്ഷം ആളുകളും പിന്തുണയ്ക്കുന്നത് ഈ UDFിലല്ലേ. അപ്പോൾ സ്വാഭാവികമായും UDFിനുള്ളിലെ പാർട്ടികൾക്കിടയിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകളുണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി പൂർണ്ണമായിട്ടും അത് പറയുക. പൂർണ്ണമായിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. സമസ്തയിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് പിന്തുണയുള്ളവരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നാസർ ഫൈസി കൂടത്തായി അടക്കമുള്ള ആളുകളും ഈ വിഷയത്തിൽ ചാടിക്കേറി പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി അല്ല സൂംബ, നിങ്ങൾ കണ്ട വീഡിയോ അല്ല സൂംബ, നിങ്ങൾ കണ്ട ദൃശ്യങ്ങളല്ല സൂംബ, നിങ്ങൾ ആഗ്രഹിച്ചതോ നിങ്ങൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളേ അല്ല സൂംബ. അങ്ങനെയുള്ള കാര്യങ്ങളേ അല്ല ഈ സൂംബയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു കാർഡിയോ വാസ്കുലർ എക്സസൈസാണ്. ആ എക്സസൈസ് ഏകദേശം 2 ലക്ഷത്തോളം ഇടങ്ങളിൽ ഏകദേശം 195 രാജ്യങ്ങളിൽ 189ഓളം രാജ്യങ്ങളിൽ ഇപ്പോഴും വളരെ കൃത്യമായി നടപ്പാക്കുന്ന ഒന്നാണ്. അത് കുഞ്ഞുങ്ങൾക്ക് അല്പം സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ആ സന്തോഷം തല്ലിക്കെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ കുഞ്ഞുങ്ങൾ കുറച്ച് ഫ്രീ ആവട്ടെ, കുറച്ച് പാട്ട് കേട്ട്. ഇത് എങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധമാവുന്നത് അന്വേഷിച്ചപ്പോഴാണ് ഇറാനിലാണ് സൂംബ ആദ്യം നിഷേധിക്കുന്നത്. ഇറാനിൽ സൂംബ നിഷേധിച്ചു. കാര്യം അവിടെ ഈ പറയുന്ന പരിപാടികളൊന്നും നടക്കത്തില്ല. നേരത്തെ പറഞ്ഞ ചില എക്സെപ്ഷനുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇറാനിലെ വിപ്ലവത്തിന് ശേഷം ഈ പറയുന്ന ഐറ്റങ്ങളെല്ലാം നിരോധിച്ചു. അതേപോലെ താലിബാനിൽ ഈ പറയുന്ന സൂംബ ഡാൻസുമായിട്ട് ചെന്ന് സംഗീതവും പറ്റില്ല. അവിടെ സംഗീതം ഹറാമാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ സംഗീതത്തിനെതിരെയൊക്കെ പറയുന്ന നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ പുരോഹിതരുടെ പുതിയ തലമുറ റീലിട്ട് കളിക്കുന്ന പുതിയ തലമുറയുടെ മുന്നിൽ ഇറാനിൽ അതാണ് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് ഞാൻ സാക്ഷിയാണ്. അപ്പം അവിടെ തന്നെ സമൂഹം പക്ഷേ നമ്മൾ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ ഈ സമൂഹത്തേക്ക് അതിവേഗം പിന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് വളരെ വേഗം നമ്മളെ ഒരു 2-3 നൂറ്റാണ്ട് പിന്നിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് തലവെച്ച് കൊടുക്കുന്ന, അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഭരണാധികാരികൾ ഉണ്ടെങ്കിലാണ് അത് സാധിക്കുക. അതല്ല ആർജവത്തോടു കൂടി നിന്ന് നട്ടൽ ഉയർത്തി പറയണം ഇത് മതസംഘടനകൾ ഇടപെടേണ്ട വിഷയമല്ലെന്നേ. ഇത് സെക്കുലറായ ഒരു രാജ്യത്താണ്. ഇറാൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അവിടെയുള്ള അവകാശങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അന്തസ്സുള്ള പൗരന്മാരായിട്ട് നമ്മളെ കുട്ടികളെ വളർത്താൻ, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ, അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ ഇതൊക്കെ ഗുണകരമാകുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് സർക്കാർ വേണ്ടത്ര മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കായിക അധ്യാപകരെ നിയമിക്കണം, അക്കാര്യത്തിലൊന്നും വീഴ്ചയുണ്ടാവരുത്. അത് കൃത്യമായി നടപ്പാക്കിയാൽ ഒരുപക്ഷേ നമുക്ക് ഈ ആശങ്കകളൊക്കെ മാറ്റാൻ സാധിക്കും. ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു മുസ്ലിം വനിതാ നേതാവ് എനിക്ക് ഇപ്പം അയച്ചെന്ന ഒരു കാര്യമാണ്. സൗദി അറേബ്യ ഗ്രാൻഡ് പ്രീ ജിദ്ദയിൽ നടന്ന പരിപാടിയാണ്. ഈ ഏപ്രിൽ മാസത്തിൽ ജെന്നിഫർ ലോപ്പസ് ആണ് പരിപാടി അവതരിപ്പിക്കുന്നത്. റിയാദിലും ജിദ്ദയിലും ഞാൻ സൂംബയുടെ സൗദി അറേബ്യ തീരുമാനിക്കുന്നതാണ്. കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഭാഗമായി ജെന്നിഫർ ലോപ്പസ്, അറിയാലോ ജെന്നിഫർ ലോപ്പസിന്റെ പാട്ടുകൾ എങ്ങനെയാണ്, സിനിമകൾ എങ്ങനെയാണ്. നോക്കൂ, സൗദി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ സാമ്പത്തിക ദുബായ് മാറിയത് എങ്ങനെയാ, UAE മാറിയത് എങ്ങനെയാ? ഇന്ന് ദുബായിൽ കിട്ടാത്ത ആനന്ദങ്ങളുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത്, നോക്കൂ, ഇതിപ്പോ എനിക്കൊരു മുസ്ലിം വനിതാ നേതാവിൽ നിന്നാണ് ഇത് വരുന്നത്. ഇവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് കൃത്യമായാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിൽ പൂർണ്ണമായി ഇത് കണ്ടു
കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലെ രക്ഷിതാക്കൾ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതേപോലെ പ്രാകൃതമായി ഇരുണ്ട നൂറ്റാണ്ടിലേക്ക് ഈ സമൂഹത്തെ നയിക്കുന്നവരുടെ വാക്കുകളാണോ നിങ്ങൾ കേൾക്കേണ്ടത്? ശാസ്ത്രബുദ്ധിയുള്ളവരുടെ വാക്കുകളാണോ കേൾക്കേണ്ടത്? ഒരു കാര്യം കൂടെ പറയാം. വി ഡി സതീശൻ ആവശ്യപ്പെട്ടതുപോലെ ഇനിയിപ്പോൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ ഈ മതസംഘടനകളിലേക്ക് വന്ന് അവസാനം UDF-ന്റെ തലയിലായി. ഇത് വേണ്ട എന്നാണ് അവർ പറയുന്നത്. അവസാനം UDF വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനകത്ത് പ്രശ്നം എന്താ? ഇതിനകത്ത് സേഫ് കളിയാണ് എല്ലാവർക്കും താല്പര്യം. ഇതിനകത്ത് എല്ലാവർക്കും സുരക്ഷിതമായൊരു കളി. നമുക്ക് ചർച്ച ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് അങ്ങനെയാണ് മതമില്ലാത്ത ജീവൻ പോയത്, അങ്ങനെയാണ് പഴയ നാടകങ്ങളിൽ നിരോധിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ചർച്ചകൾ നടക്കുമ്പോഴാണല്ലോ കോംപ്രമൈസ് വരുന്നത്, ഒത്തുതീർപ്പ് വരുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇത്തവണ ഒത്തുതീർപ്പിന്റെ ശബ്ദമാകരുത് എന്നതാണ് എന്റെ അഭിപ്രായം. താങ്കൾ പറഞ്ഞതിന്റെ ആദ്യ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു. രണ്ടാമത്തെ ഭാഗം ഇത്തവണ പ്രശ്നമാകും. ഇത്തവണ കോംപ്രമൈസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ LDF-ന്റെ അജണ്ട ജയിക്കും, സംഘപരിവാർ ശക്തികളുടെ നോക്കൂ UDF ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നതാവും അവസാനം ഇലക്ഷനിൽ തിരിച്ചടിയായിട്ട് മാറും. അത് രാഷ്ട്രീയമായി തന്നെ ആ നിലപാട് ശരിയല്ല, അത് തിരിച്ചടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആ നിലപാട് തിരുത്തുക എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതാണ് ഇതിന്റെ കൺക്ലൂഷനായി പറയേണ്ടത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇവിടെ തട്ടമിടാത്ത സ്ത്രീയെ അഴിഞ്ഞാട്ടക്കാരി എന്ന് വിശേഷിപ്പിക്കുന്നത് അതങ്ങനെയല്ല കേട്ടോ. അതായത് തട്ടമിടാത്ത സ്ത്രീകളെ അഴിഞ്ഞാട്ടക്കാരി എന്ന് വിളിച്ചത് കൊണ്ടാണ് VP സുഹറ തട്ടം ഉപേക്ഷിച്ചത്. അതെ അല്ല, അങ്ങനെയാണല്ലോ പൊതുവെ പറയുന്നത്. നിങ്ങൾ തട്ടമിടുക, തട്ടമൂരുക, ഇതൊക്കെ സ്ത്രീയുടെ അവകാശമാണ്. ആ സ്ത്രീയുടെ അവകാശത്തെ കൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഇതൊരു ജനാധിപത്യ ജനകീയ സെക്യുലർ റിപ്പബ്ലിക് ആവുന്നത്. അതേതെങ്കിലും മതപണ്ഡിതന്റെ നിർദ്ദേശാനുസരണം ഒരു സ്ത്രീയെ കൊണ്ട് അനുസരിപ്പിക്കുമ്പോഴല്ല. അവൾക്ക് തട്ടം വേണമെന്ന് വെച്ചാൽ ഇടാനും തട്ടം വേണ്ടെന്ന് വെച്ചാൽ ഊരാനും അവകാശമുള്ളൊരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് തട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സിന്ദൂരമാണെങ്കിൽ സിന്ദൂരം, അവൾക്ക് ഇഷ്ടപ്പെട്ട മതമാണെങ്കിൽ മതം, ഇഷ്ടപ്പെട്ട ആളുകൾ പ്രണയിക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ, ഇഷ്ടപ്പെട്ട രീതിയിൽ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതാണെങ്കിൽ അങ്ങനെ, അതേതു തരത്തിലാണെങ്കിലും അത് തന്നെ ആകണം, അത് മാത്രമേ ആകാൻ പാടുള്ളൂ നമ്മുടെ രാജ്യത്ത് എന്നുള്ളതാണ്. നമുക്കൊരു കുഞ്ഞിടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എന്നാണ് ചോദ്യം. സുജയ, സൂംബ അടിച്ചേൽപ്പിക്കൽ അല്ല, കാരണം അത് ഒരു വിദ്യാഭ്യാസ രീതിയിലുള്ള പരിഷ്കരണം എന്ന രീതിയിൽ തന്നെയാണ്. അതായത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കുക, അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മുഖ്യമന്ത്രി ഈ പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത്. നമ്മൾ ഇന്നലെ അത് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പാട്ടിനനുസരിച്ചിട്ടുള്ള ലളിതമായുള്ള ഫിറ്റ്നസ് മൂവ്മെൻറ്റുകൾ ചെയ്യുന്നതിലൂടെ ആ ക്ലാസ്സിൽ ഇരുന്നതിൻ്റെ, അതുപോലെ തന്നെ പഠന രീതിയിലൊക്കെ കുട്ടികൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്ന രീതിയിലുള്ള പഠന പ്രവൃത്തികളൊക്കെ ആ കഴിയുന്ന പീരീഡുകളിലൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വീട്ടിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാം, അതല്ലെങ്കിൽ ട്യൂഷൻ്റെ അധിക സമ്മർദ്ദം ഉണ്ടാകാം. പല കുട്ടികളുടെയും ജീവിതം ആരംഭിക്കുന്നത് ഒരു ഹൈസ്കൂൾ ക്ലാസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പുലർച്ചെ ട്യൂഷൻ, സ്കൂൾ സമയത്തിന് ശേഷം ട്യൂഷൻ, അങ്ങനെ ഇങ്ങനെ പല പല ബോക്സുകളിലേക്ക് മാറി മാറി പോകുന്നതാണ് ഒരു സ്കൂൾ കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനിടയിൽ അവർക്ക് എവിടെയെങ്കിലും ഒരു റിലാക്സേഷൻ വേണമല്ലോ. ആ റിലാക്സേഷന് സ്കൂളിൽ തന്നെ അവസരം ഒരുങ്ങുന്നു എന്നതാണ് ഞാൻ ഇതിലെ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റായി കാണുന്നത്. കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ സ്കൂളിൽ പഠിപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ ട്യൂഷൻ പോയി പഠിച്ചതിൻ്റെ അതിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്യാൻ, അല്ലാതെ അവർക്ക് എവിടെയാണ് ഈ 6 ദിവസങ്ങളിൽ ഒരു ലൈഫ് എന്നുള്ളത്. അതായത് ഇപ്പോൾ മിക്ക സ്കൂളുകളിലും തിങ്കൾ മുതൽ ശനി വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം എപ്പോഴാണ് അവർക്കൊന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊന്ന് റിലാക്സ് ആകാനായിട്ടുള്ള ഒരു സമയം എന്നതുകൂടി ചിന്തിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു നീക്കവുമായി വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനെ പോസിറ്റീവായി കാണേണ്ടതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. കുട്ടികൾക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം പുതിയ സബ്ജക്റ്റുകൾ, നമ്മളൊന്നും പഠിച്ച കാലത്തെ സബ്ജക്റ്റുകൾ മാത്രമല്ല, അതോടൊപ്പം പുതിയ സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുന്നു. അപ്പോൾ അതെല്ലാത്തിൻ്റെയും ഒരു സമ്മർദ്ദം ആ കുട്ടികളിലുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്ത് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാകാം. പക്ഷേ അത് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേരാകും. ബാക്കിയുള്ള കുട്ടികൾക്ക് അവർക്കൊപ്പം എത്താൻ വേണ്ടി വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകേണ്ടി വരും. എപ്പോഴും എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് അധ്യാപകർ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും എല്ലാ കുട്ടികളും ഒരേ രീതിയിലല്ല ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചിലർക്ക് കൂടുതലായിട്ട് പഠിക്കാനായി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അവർക്ക് ട്യൂഷൻ, അതുപോലെ തന്നെ മറ്റ് പഠന സഹായികൾ, അങ്ങനെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ 4 പേരിരുന്ന് ഒരു വിഷയം പഠിക്കുകയാണെങ്കിൽ ഒരേ സമയത്തായിരിക്കില്ല ആ വിഷയം മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഒരു ബുക്ക് വായിച്ച് തീർക്കുന്നതിനായിട്ട് ചിലർ വളരെ സ്പീഡിൽ വായിക്കുന്ന ആളുകളായിരിക്കും, ചിലർക്ക് സ്ലോ ആയിരിക്കും അവരുടെ ഒരു ഗ്രഹണശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പലതരക്കാരായ കുട്ടികളുണ്ട്. ആ പലതരക്കാരായ കുട്ടികൾക്ക് ഒരേ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ കൊടുക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഒരു അഡ്വാൻറ്റേജായി നമ്മൾ കാണേണ്ടത്. ഇവിടെ നേരത്തെ സൂംബയെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ വാമപ്പിന് ഒരു സ്ലോ ബീറ്റിൽ തുടങ്ങി. അപ്പോൾ കുട്ടികൾ വന്ന് അതിൽ നിന്ന് അവരുടെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ആവുകയാണ്. ശാരീരികമായുള്ളൊരു വ്യായാമം എന്നതിനപ്പുറം അവർക്ക് മാനസികമായി കിട്ടുന്ന ഒരു ചേഞ്ച് എന്താണ് അതുകൂടി നമ്മൾ നോക്കണമല്ലോ. ഈ സംഘർഷത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിൽ തന്നെ
തിരിച്ച് വീട്ടിലേക്ക് പോയി അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കുമല്ലോ വീട്ടിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ കിട്ടുന്നത്. അപ്പോൾ അതിനിടയിൽ അവർക്കൊരു ബ്രേക്കാണ് യഥാർത്ഥത്തിൽ. ഇത് അവർക്ക് കിട്ടുന്ന ഒരു ഇടവേളയാണ്, ഭക്ഷണം കഴിക്കാനുള്ള ഇടവേള എന്നുള്ളതിനപ്പുറം അതിനേക്കാൾ കൂടുതലായി അവർക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു ഇടവേളയാണ്. അപ്പോൾ ആ സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ? അതാണ് ഈ എതിർക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്. കുഞ്ഞുങ്ങളുടെ സന്തോഷം നശിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ സന്തോഷം പാടില്ല, ഞങ്ങൾ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മതനിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള സന്തോഷം, ആ മതനിയമങ്ങളിൽ എവിടെയാണ് കുട്ടികൾക്ക് സന്തോഷിക്കാനുള്ള ഒരു സ്പേസ് അവരിട്ടിരിക്കുന്നത്? ഈ മതപണ്ഡിതർ പറയട്ടെ, ഞാൻ സമ്മതിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് ഒക്കെ സന്തോഷിക്കാനായി നിങ്ങൾ എന്താണ് വെച്ചിരിക്കുന്ന ഒരു വിനോദോപാധി, അല്ലെങ്കിൽ അവരുടെ ഡോപ്പമിൻ ലെവൽസ് കൂടുന്ന തരത്തിലുള്ള എന്ത് ഉപാധിയാണ് നിയമങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അടച്ച് ഇരുട്ടിലാക്കി വളർത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്ടക്കൂടുകളിൽ മാത്രം അവർ മുന്നോട്ടേക്ക് പോകണം, ഈ പുതിയ കാലത്തും അവർക്കൊപ്പമുള്ള മറ്റു കുട്ടികൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ഈ ചട്ടക്കൂടിലൂടെ, ഈ വേലിക്കുള്ളിലൂടെ നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ശരിയല്ല. അത് അവരോട് കാണിക്കുന്ന നീതികേടാണ്. ഇവിടെ MA ബേബി എന്ന CPIM ജനറൽ സെക്രട്ടറി പറഞ്ഞത് ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ്. അതിപ്പോൾ ഇസ്ലാം മതം എന്ന് മാത്രമല്ല, ഏത് മതമായാലും വിദ്യാഭ്യാസത്തിൽ ഇടപെടാതിരിക്കുക. അത് ഇന്ത്യയിൽ നിലവിലുള്ള ഏത് മതമായാലും, ഞാൻ വളരെ ക്ലിയറായി പറയുകയാണ്, ഏത് മതമായാലും അത് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികമായി എല്ലാവരിലേക്കും, ആ വിഷയങ്ങളാകട്ടെ, അതുപോലെ തന്നെ അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന മറ്റ് ഉപാധികളാകട്ടെ, അതെല്ലാം എല്ലാവരിലേക്കും ഒരേ രീതിയിൽ എത്തണം. ആ ഒരേ രീതിയിൽ എത്തുന്ന ഒരു സാഹചര്യം തടയുന്നത് ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ എതിർക്കപ്പെടേണ്ടത്. ഇവിടെ ഈ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ മതവാദികളെയാണ് കേരളം ഒന്നാകെ നിന്ന് ചെറുക്കേണ്ടത്. അല്ലാത്ത പക്ഷം അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ വരും തലമുറയ്ക്ക് ഉണ്ടാക്കുമെന്നേ. നമ്മുടെയൊക്കെ തലമുറ ഇതിൻ്റെയൊക്കെ നേരിട്ട് കഴിഞ്ഞു. കാരണം പല പല മാറ്റങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ, അത് ഇപ്പോൾ ഈ ഫണ്ടമെന്റലിസ്റ്റുകളായ ഈ മതപണ്ഡിതരെന്ന് മാത്രമല്ല പല വിഷയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ജിമ്മി ജെയിംസ് ഇവിടെ ചൂണ്ടിക്കാട്ടിയല്ലോ. പല കാര്യങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച് അങ്ങനെ മാറി മാറി വന്ന ഒരു സമൂഹം വീണ്ടും തിരിഞ്ഞു നടക്കണമെന്ന് പറയുന്നത് ശരിയല്ല. അവിടെ ഞാൻ മന്ത്രി ആർ ബിന്ദുവിൻ്റെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് എന്താണ്? നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ്, അല്ലാതെ പ്രാകൃത മധ്യകാലത്തല്ല. അപ്പോൾ പ്രാകൃത മധ്യകാലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും വേണം. എന്നാൽ മാത്രമേ കൃത്യമായി സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിപ്പോൾ ഈ പ്രതികരണം നടത്തിയ മതപണ്ഡിതർ മാത്രമല്ല, അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്ന പുതിയ ആളുകൾ പോലും, അതായത് ഇപ്പോൾ നമ്മൾ ഈ 2K കിഡ്സ് എന്ന് പറയുമല്ലോ, ആ 2K കിഡ്സിലേക്ക് പോലും ഇതങ്ങ് സന്നിവേശിപ്പിക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് ഇതാണ് ശരിയെന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ പോകില്ല, എൻ്റെ കുട്ടി പോകില്ല എന്ന് പറയുകയാണ്. അതൊരു പണ്ഡിതനിരുന്നങ്ങ് പറയുകയാണ്. ആ കുട്ടിയുടെ താല്പര്യം എന്താണെന്ന് നോക്കുന്നുണ്ടോ? ആ കുട്ടിക്ക് സൂംബ ഡാൻസിനോടുള്ള താല്പര്യം ഉണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യുന്നില്ല. പകരം ഇതാണ് ശരി, ഞാൻ പറയുന്നത് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ നമ്മൾ കൃത്യമായി വളർത്തണം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി കൃത്യമായ നിലപാട് മാതാപിതാക്കൾ എടുക്കണം എന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മക്കൾക്ക്, മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 90% വിദ്യാലയങ്ങളിലും ഈ സൂംബയുമായി ബന്ധപ്പെട്ട റിഹേഴ്സലുകൾ അല്ലെങ്കിൽ അതിൻ്റെ പരിശീലന ക്രമങ്ങൾ അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. RTE അനുസരിച്ച്, വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് സർക്കാർ നിർദ്ദേശിക്കുന്ന പാഠപുസ്തകങ്ങൾ പഠിക്കുക മാത്രമല്ല, ഇത് പഠന പ്രക്രിയ എന്ന ഗണത്തിലാണ് ഈ സൂംബ വരിക. അപ്പോൾ ആ പഠന പ്രക്രിയയ്ക്കായി അല്ലെങ്കിൽ പഠനത്തിനൊപ്പം തന്നെ നടത്തേണ്ട ഒരു പ്രക്രിയ എന്ന രീതിയിലാണ് ഈ സൂംബ അടക്കം വരുന്നത്. അപ്പോൾ അതിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കണം. അത് ആ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ വരുന്ന കാര്യമാണ്. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും SFI ഒക്കെ ഒരു സൂംബ ഫെസ്റ്റ്, ഇപ്പോൾ KSUവും അനുകൂലമായ പ്രതികരണം നടത്തിയതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ SFIയും KSUവും ABVPയും, അതെ, അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. കാരണം അവരാണല്ലോ കേരളത്തിന്റെ അടുത്ത ഒരു ഭാവി എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളാണ്, ഇന്നത്തെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരൊരു സൂംബ ഫെസ്റ്റ് നടത്തിയാലും തെറ്റില്ല എന്നാണ്. ഒരു ബോധവൽക്കരണം വേണം. കാരണം ഇരുട്ട് മൂടിക്കിടക്കുന്ന ചില ഇടങ്ങളിലേക്കൊക്കെ വെളിച്ചം എത്തിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മുന്നിട്ടിറങ്ങിയാലേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇസ്ലാമിക നിയമങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് നടക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പക്ഷേ പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരെയും നിർബന്ധിക്കില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ആരെയും നിർബന്ധിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, കുട്ടി എന്നല്ല. അപ്പോൾ ആരെയും നിർബന്ധിക്കില്ല എന്നത് മാറ്റി പാർട്ടി സെക്രട്ടറി കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ആർജവമുള്ള നിലപാടിനൊപ്പം നിൽക്കണം. അതാണ് CPIM എന്ന പാർട്ടി ചെയ്യേണ്ടത്. ഇവിടെ VD സതീശനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. VD സതീശൻ പറഞ്ഞു എന്താണ്? സൂംബ അടിച്ചേൽപ്പിക്കരുത്. ഇവിടെ ആരാണ് അടിച്ചേൽപ്പിക്കുന്നത്? സൂംബ എന്ന് പറയുന്നത് ഒരു പഠന പ്രക്രിയയുടെ അല്ലെങ്കിൽ ഒരു പാഠ്യേതര പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഒരു കായിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഒരു റിലാക്സേഷൻ അവറാണ്. ആ റിലാക്സേഷൻ അവർ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു തോന്നലിലേക്ക് അദ്ദേഹം എത്തുന്നതാണ് തെറ്റ്. ഞാൻ VD സതീശനിൽ നിന്ന് ഇസ്ലാം മതത്തിന്റെ അല്ലെങ്കിൽ
അങ്ങനെയുള്ള ഇസ്ലാം പണ്ഡിതരുടെ കുപ്പായം അണിഞ്ഞിട്ടുള്ള തനി യാഥാസ്ഥിതികരുടെ ആ ഒരു നിലപാടിലേക്ക് വി ഡി സതീശൻ താഴരുത് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിൽ അഭിപ്രായം. കാരണം വി ഡി സതീശനിൽ നിന്ന് അതല്ല കേരളം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പുരോഗമന ചിന്താഗതിയുള്ള ഒരു MLA ആയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ കേരളത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നതുകൂടി അദ്ദേഹം മനസ്സിലാക്കണം. ഇങ്ങനെയൊരു നിലപാടല്ല അങ്ങ് എടുക്കേണ്ടത് എന്നത് ഞാൻ വളരെ ബഹുമാനത്തോടെ വി ഡി സതീശനോട് പറയുകയാണ്. കാരണം മതം മത്തുപിടിപ്പിക്കുന്ന ചിലരുടെ കാഴ്ചപ്പാടിനൊപ്പം നീങ്ങാൻ നമ്മൾ ശ്രമിക്കരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് KPCC സെക്രട്ടറി KP നൌഷാദലിയുടെ ഒരു അഭിപ്രായം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് ബിവറേജസ് കോർപ്പറേഷൻ സർക്കാരിൻ്റെതാണെന്ന് വെച്ച് നാളെ മുതൽ എല്ലാവരും മദ്യപിച്ചു കൊള്ളണമെന്ന് ഉത്തരവിടുന്നത് പോലെയാണത്രേ ഈ സൂംബ. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹണശക്തി എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹമൊക്കെ KPCCയുടെ സെക്രട്ടറിയാണ്, ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയണം കേരളം എന്നതുകൂടി ഞാൻ പറയുകയാണ്. പ്രബുദ്ധ കേരളത്തിന് മേൽ അങ്ങനെയുള്ള ഫത്വകളൊന്നും എന്തായാലും ഇപ്പോൾ പിണറായി സർക്കാരാണ് ഭരിക്കുന്നത്. ഈ കാലത്ത് നടക്കില്ല എന്നത് മനസ്സിലാക്കി കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. ഒരു തരത്തിലുമുള്ള മതത്തിൻ്റെ, അതിപ്പോൾ ഏത് മതത്തിൻ്റെ ആയാലും അങ്ങനെയുള്ള കടന്ന് കയറ്റം അത് പാഠ്യപദ്ധതിയിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, അടുത്ത തലമുറയിലേക്ക് വരാൻ പാടില്ല. അടിച്ചേൽപ്പിക്കൽ അല്ല ഇത് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ബുദ്ധിയുള്ള തലച്ചോറുള്ള ആളുകൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും പഞ്ചമി എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയെ എന്ന കുട്ടിയെ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈപിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ കർഷക സമരം ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ, മുസ്ലിം സമുദായത്തിൻ്റെ കടുത്ത പ്രതിഷേധത്തിനിടയിലും നിലമ്പൂർ ഐഷ നാടകം കളിക്കാനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യൻ സമുദായത്തിലെ യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ മുഴുവൻ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഒരു ടീച്ചർക്ക്, നമ്മുടെ അരുന്ധതി റോയിയുടെ അമ്മയ്ക്ക്, മേരി റോയിക്ക് ഇപ്പോഴും ആ അവകാശത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീർപ്പിലെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ സൂംബ ഡാൻസ് ഒക്കെ നടക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ചേർന്ന് നേരത്തെ ഓർമ്മയുണ്ടാവുമല്ലോ, മതമില്ലാത്ത ജീവൻ വിഷയത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി, സമസ്ത മുഷാവറ യോഗം അതെല്ലാം ചേരുകയും അവസാനം ആ പാഠഭാഗം മാറുകയും ചെയ്ത ഒരു ചരിത്രം. അന്ന് ഈ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം എടുത്ത നിലപാട് അത് നമ്മൾ പിന്തുണയ്ക്കുന്നതാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ട് ശബരിമല സ്ത്രീകളെ കയറ്റിയോ? ഇല്ലല്ലോ. കയറ്റിയതല്ലേ പ്രശ്നമായത്. സുപ്രീം കോടതി പിന്നീട് അത് മാറ്റി. സുപ്രീം കോടതി വിധി മാറ്റിയിട്ടില്ല. സുപ്രീം കോടതി വിധി മാറിയിട്ടില്ല. പക്ഷേ സ്ത്രീകൾ കയറുന്നില്ല. അത് കയറാത്തതിന്റെ ചിലരിട്ട നിക്കർ ബാക്കിയുള്ള ബർമുഡ, അത്രേ ഉള്ളൂ. അത് ചെയ്യല്ലേ? ആ ഒറ്റ നിലപാടാവണം സ്ത്രീയുടെ കാര്യത്തിൽ. അപ്പോൾ അടിച്ചേൽപ്പിക്കലോ എന്നതാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം അടിച്ചേൽപ്പിക്കലല്ല എന്നാണ്.